ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ബുധനാഴ്ച നിർണായക ഫോൺ സംഭാഷണം നടത്തിയെന്ന് റിപ്പോർട്ട്. ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങൾക്കൊപ്പം വ്യാപാരം, തായ്വാൻ പ്രശ്നം തുടങ്ങിയ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഏപ്രിലിൽ താൻ ബീജിംഗ് സന്ദർശിക്കാനുള്ള താൽപര്യം ട്രംപ് ഷീ ജിൻപിങ്ങിനെ അറിയിച്ചു. ഷീ ജിൻപിങ്ങുമായി തനിക്ക് ശക്തമായ ബന്ധമാണുള്ളതെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിൽ പോസിറ്റീവായ ബന്ധം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം രണ്ട് നേതാക്കളും ചർച്ചയിൽ പങ്കുവച്ചു. എന്നാൽ ട്രംപിന്റെ ബീജിംഗ് സന്ദർശനത്തെക്കുറിച്ച് ചൈന ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ല. തായ്വാൻ ചൈനയുടെ അവിഭാജ്യ ഘടകമാണെന്നും അതിനെ വേർപെടുത്താൻ അനുവദിക്കില്ലെന്നുമുള്ള തങ്ങളുടെ പഴയ നിലപാട് ചൈന ചർച്ചയിൽ ആവർത്തിച്ചു. ഇറാനിലെ പ്രതിഷേധങ്ങൾക്കും ആണവ പദ്ധതികൾക്കുമെതിരെ കടുത്ത നിലപാടാണ് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്നത്. ഇറാനുമായി വ്യാപാര ബന്ധം തുടരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% നികുതി ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയെ ഈ നീക്കം നേരിട്ട് ബാധിക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. വൈറ്റ് ഹൌസ് പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച അവസാനം ഇറാൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയേക്കും. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാന ആണവ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് വ്യാഴാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ട്രംപും ഷിയും തമ്മിലുള്ള സംഭാഷണം നടന്നത്. 50 വർഷത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് ആണവ ശക്തികൾക്ക് മേലുള്ള നിയന്ത്രണങ്ങൾ ഇതോടെ ഇല്ലാതാകും. പുതിയ കരാറുകളിൽ ചൈനയെയും ഉൾപ്പെടുത്തണമെന്ന നിലപാടിലാണ് ട്രംപ്. ഇതിനിടെ ഷീ ജിൻപിങ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചർച്ചകൾ നടത്തി. ചൈനയെ ആശ്രയിക്കാതെ ആഗോള സപ്ലൈ ചെയിൻ ശക്തിപ്പെടുത്തുന്നതിനായി വാഷിംഗ്ടണിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് പങ്കെടുത്തു. ട്രംപിന്റെ താരിഫ് നയങ്ങളും ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാനുള്ള ആഹ്വാനവും പല രാജ്യങ്ങളും ആശങ്കപ്പെടുന്നുണ്ട്. ഇതിനിടെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടതും ആഗോള സാമ്പത്തിക ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യുഎസും റഷ്യയും തമ്മിലുള്ള ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്റ്റാർട്ട് പുതുക്കണമെന്ന അഭ്യർത്ഥനയുമായി ലിയോ മാർപാപ്പയും രംഗത്തെത്തിയിരുന്നു. പുതിയ ആയുധ മത്സരം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ ലോക സാഹചര്യം ആവശ്യപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. 2010 പ്രാഗിൽ യുഎസും റഷ്യയും ഒപ്പുവെച്ച കരാറിന്റെ കാലാവധി ബുധനാഴ്ച അർദ്ധരാത്രിയോടെയാണ് അവസാനിക്കുന്നത്. കരാർ പുതുക്കിയില്ലെങ്കിൽ ഇരു രാജ്യങ്ങൾക്കും ആണവായുധങ്ങൾ സംഭരിക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ ഇല്ലാതാകും. ഇത് ആയുധ മത്സരം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് മാർപ്പാപ്പ കരാർ പുതുക്കണമെന്നാവശ്യപ്പെട്ടത്. കരാർ അനൗപചാരികമായി 1 വർഷത്തേക്ക് കൂടി നീട്ടാമെന്ന് സെപ്റ്റംബർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം അറബിക്കടലിൽ തങ്ങളുടെ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കന് സമീപത്തെത്തിയ ഇറാനിയൻ ഡ്രോണിനെ US സൈന്യം വെടിവെച്ചിട്ടിരുന്നു. ചൊവ്വാഴ്ച നടന്ന ഈ സംഭവം വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും കടുത്ത ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ നയതന്ത്രജ്ഞർ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പ്രകോപനമുണ്ടായത്. കരാറിൽ എത്തിയില്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനിടെയാണ് ഡ്രോൺ വെടിവെച്ചിട്ട വാർത്ത പുറത്തുവന്നത്. വ്യക്തമല്ലാത്ത ഉദ്ദേശത്തോടെ വിമാനവാഹിനി കപ്പലിന് നേരെ പറന്ന ഇറാനിയൻ ഷഹീദ് 139 ഡ്രോണിനെ അമേരിക്ക തടയുകയായിരുന്നു. ഡ്രോൺ പ്രകോപനപരമായ രീതിയിൽ പെരുമാറിയതിനെ തുടർന്നാണ് നടപടിയെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.